RSSന്റെ ആ ബദൽ ശബരിമല സംഗമത്തെ അയ്യപ്പൻ തന്നെ പൊളിച്ചു ഗൈസ്. നാട്ടിൽ കിടക്കുന്ന സകല വിഷപ്പാമ്പുകളെയും വിളിച്ചുകൂട്ടി പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബദൽ അയ്യപ്പ സംഗമം. അതിൽ കാവി വേഷം ധരിച്ചു വന്ന ഒരു വിഷപ്പാമ്പ് അഥവാ മഹർഷി എന്ന പേരിൽ നടക്കുന്ന ഒരു കപടം, പേര് തങ്കപ്പനെന്നോ മണിയനെന്നോ വല്ല ആയിരിക്കും. ഇപ്പോ സ്വന്തം നിലയ്ക്ക് തന്നെ ചേങ്കോട്ടുകോണം ശാന്താനന്ദ മഹർഷി എന്ന പേരിൽ നടക്കുന്ന ആ തനി വർഗീയവാദി അടിച്ച വാചകം ഓർമ്മയില്ലേ? ഒന്ന് കേട്ടെ. ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. വർഗീയവാദിക്ക് എന്ത് വാവർ, എന്ത് അയ്യപ്പൻ? എവിടെ ഇതുപോലെ താടിയും മുടിയും വളർത്തി ഒരു കാവ്യം പുതച്ചു വന്നിട്ട് അലവലാതിത്തരം പറയുക എന്നുള്ളതാണല്ലോ ഇവന്റെയൊക്കെ ലക്ഷ്യം. അങ്ങനെ ഒടുവിൽ ആരാണോ ബദൽ RSS സംഗമത്തിന് നേതൃത്വം കൊടുത്ത അവർ തന്നെ പോലീസിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കേണ്ടി വന്നു. പച്ച വർഗീയതയാണ് ഞങ്ങളുടെ സംഗമത്തിൽ വിളിച്ചു പറഞ്ഞത്, അതിനെതിരെ കേസ് എടുക്കണമത്രേ. സംഘപരിവാർ അനുകൂല സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലെ വർഗീയ പ്രസംഗത്തിൽ പോലീസിൽ പരാതി കൊടുത്ത് പന്തളം കൊട്ടാരം കുടുംബാംഗം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷി നടത്തിയ പ്രസംഗത്തിന് എതിരെയാണ് പന്തളം കൊട്ടാരം കുടുംബാംഗം പ്രദീപ് വർമ്മ പരാതി കൊടുത്തത്. ശബരിമല ബാവർക്കെതിരെയാണ് ശാന്താനന്ദ മഹർഷി കൊടിയ വർഗീയ പരാമർശം നടത്തിയത്. ഒറ്റ പരിപാടി കൊണ്ട് ഇതിനോടകം തന്നെ 3 പരാതിയായിട്ടുണ്ട്. ചേങ്കോട്ടുകോണത്ത് ഒരു ആശ്രമം കെട്ടി അതിനകത്തിരിക്കുന്ന നമ്മുടെ കാവി പുതച്ച അലവലാതി സ്വാമി കാരണം ഈ പരിപാടി ഫ്ലോപ്പായതിൽ പന്തളം കൊട്ടാരം അതിയായി ഖേദിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അയ്യപ്പന് പോലും പിടിച്ചില്ല. ചില വിഷപ്പാമ്പുകളെ കൊണ്ട് മനഃപൂർവ്വം അവിടെ വർഗീയത പറയിച്ചു. കാര്യം എന്താണ്? അയ്യപ്പ അവരോടൊപ്പം അല്ല. ഈ നാട്ടിൽ കിടക്കണ സകലമാന പേരെയും വിളിച്ചുകൂട്ടി ഇതാ വിശ്വാസ സംഗമം. ഇത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ പത്തനംതിട്ടയിലെ 2 DYFI ഏരിയ കമ്മിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ വേദി നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പിന്നെ വേറെ ആള് വേണ്ടി വരില്ല. അതല്ല ഉദ്ദേശിച്ചത്. ഭക്തരായിട്ടുള്ളവർ വന്ന് മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാനാണ് പറഞ്ഞത്. അവിടെയാണ് ബദൽ സംഗമം നടത്തി ഞങ്ങളാണ് യഥാർത്ഥ ആചാര സംരക്ഷകരെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ എന്ത് വേണം? ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. ഇനി സ്വാമിക്ക് കുറച്ചു കാലം വർഗീയത ഉണ്ടാക്കിയതിന്റെ പേരിൽ ജയിലിൽ പോയി കിടന്ന ആ കാവ്യെല്ലാം അങ്ങോട്ട് അഴിച്ചു കളഞ്ഞ് മര്യാദയ്ക്ക് മുടിയും വെട്ടി താടിയും പഠിച്ച് കുറച്ച് ദിവസം ഗോവിന്ദച്ചാമിയോടൊപ്പം കിടത്തണം. കാര്യം കണ്ടവന്റെ പൈസയിലിരുന്ന് വെറുതെ മൃഷ്ടാനം കയറ്റുമ്പോൾ എല്ലിന്റെ ഇടയിൽ കയറും. 10 പൈസയുടെ ജോലി എടുത്തിട്ടില്ലല്ലോ. ഏതെങ്കിലും പാവപ്പെട്ട അധ്വാനിക്കുന്ന മനുഷ്യരെടുത്ത് ഇതുപോലുള്ള പച്ച വർഗീയത പറഞ്ഞ് ജീവിക്കുന്ന മുതലാണ് സമൂഹത്തിന്റെ മുന്നിൽ അത് അനാവരണം ചെയ്യാനുള്ള അവസരമായി. ഇനിയൊക്കെ ഇതിനെ സ്വാമി എന്നും സ്വയം മഹർഷിയാണത്രേ. കണ്ടാലും പറയും നല്ലൊരു മികച്ച മഹർഷിയാണെന്ന്. ഉള്ളിലിരിപ്പ് വെച്ചിട്ടാണല്ലോ നമ്മൾ വ്യക്തികളെയൊക്കെ തിരിച്ചറിയുന്നത്. ഇത് സംഘപരിവാറിന്റെ മികച്ചൊരു രാഷ്ട്രീയ കച്ചവടക്കാരനായിട്ടുള്ള കാവി പുതച്ച് നടക്കുന്ന ഒരു കള്ളസ്വാമി, വേണമെങ്കിൽ നമുക്ക് മണിയൻ എന്ന് വിളിക്കാം. ആ മണിയന്റെ വായിൽ നിന്ന് വന്ന വാചകമാണ് ഇപ്പോ പന്തളം രാജകൊട്ടാരത്തിലുള്ളവരെ കൊണ്ട് തന്നെ ഒടുവിൽ കേസ് കൊടുപ്പിക്കേണ്ട അവസ്ഥ എത്തിച്ചത്. അതും വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും അയ്യപ്പ ഈ പണി കൊടുക്കരുതായിരുന്നു. അയ്യപ്പൻ പോലും ഇപ്പൊ പന്തളം കൊട്ടാരംകാരെ രക്ഷിക്കാനില്ല. ഈ പ്രസംഗം നടത്തുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം അവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോ എണീറ്റ് കാവി പുതച്ചു വന്ന മണിയനോട് ഡേയ് ഇത് നിർത്തണം, ഈ പരിപാടിയിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പൊ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയായപ്പോഴും പന്തളം കൊട്ടാരം ഇതിന്റെ സംഘാടകരായതുകൊണ്ട് 8ന്റെ പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു കേസുമായിട്ട് പോയതിനു ശേഷം ആ കാവി വേഷം ധരിച്ചിരിക്കുന്ന മഹർഷി മണിയനെ തൂക്കി അകത്തിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് അടിയന്തരമായിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. മതേതരത്വത്തിന്റെയും മതമൈത്രിയുടെയും യഥാർത്ഥ ആരാധനാലയമായിട്ടുള്ള ശബരിമലയെ സമൂഹത്തിന്റെ മുന്നിൽ വർഗീയത കൊണ്ട് തകർക്കാൻ ശ്രമിച്ച ആ വ്യക്തിക്കെതിരെയൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കണം, ജയിലിൽ അടയ്ക്കണം. അവിടെ കിടന്ന് ഉണ്ട തിന്നട്ടെ ഇമാതിരിയുള്ള വിഷപ്പാമ്പുകൾ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ആളിന്റെ എണ്ണം കൊണ്ടല്ല എന്ത് പരിപാടി അവിടെ നടന്നു എന്നും ആ പരിപാടി കൊണ്ട് നാളെ ശബരിമലയ്ക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് ചർച്ചയാകേണ്ടത്. ബദൽ സംഗമത്തെ സംബന്ധിക്കുന്നിടത്തോളം എന്ത് ഒലക്കെന്നാണ്, ഒരു ചുക്ക് സംഭവിക്കില്ല. ഈ നാട്ടിലെ കുറച്ച്
സംഘപരിവാർ അടിമകൾ അവിടെ വന്നു കൂടി എന്ന് കരുതിക്കൊണ്ട് അതാണ് കേരളമെന്ന് ആരും ധരിച്ചിട്ടുമില്ല. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാറുകാരെ കുളിര് കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അയ്യപ്പൻ തന്നെ നേരിട്ട് പൊളിച്ചു കൊടുക്കാൻ ഒരു വർഗീയ വിഷത്തെ അവിടെ ഇറക്കിക്കൊടുത്തു. ആ വർഗീയ വിഷത്തോടുകൂടി പരിപാടി പങ്കെടുക്കാൻ വിളിച്ചവർ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്ന നിലയിലേക്ക് എത്തുമ്പോൾ ആരുടെ പരിപാടിയാണ് പൊളിഞ്ഞതെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.